ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജോമോൻസ് കിച്ചൻ. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ബക്കറ്റ് ചിക്കനെ വെല്ലുന്ന ഒരു ചട്ടി ചിക്കനാണ്. അന്നേരം ചട്ടിക്കകത്ത് നമ്മൾ ചോറൊക്കെ തയ്യാറാക്കിയിട്ട് അതിനകത്ത് വെച്ച് കഴിക്കും. അന്നേരം ചട്ടി ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 800 ഗ്രാം തൂക്കമുള്ള 2 കോഴിയാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലക്കൂട്ടിന് ആവശ്യമായത് നമ്മളൊരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി പൗഡർ എടുത്തിട്ടുണ്ട്, മുളക് പൊടി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചത് എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂണുണ്ട്. പിന്നെ ചിക്കൻ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു 1 ടേബിൾ സ്പൂണ്. ഉപ്പ് പാകത്തിന്. കായപ്പൊടി 1 നുള്ളി എടുത്തിട്ടുണ്ട്. ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ ഒരു ചെറിയ പീസ്, അരമുറി അതിലേക്ക് പിഴിഞ്ഞൊഴിക്കും. എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇളക്കുന്നതിന് മുമ്പ് ഒരു ശകലം വെളിച്ചെണ്ണയോടെ ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണ ഉറഞ്ഞിരിക്കുകയാണ്, തണുപ്പായതുകൊണ്ട്. അന്നേരം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മസാല ഈ ഒരു പരുവത്തിൽ എടുക്കണം, ഈ ഒരു കട്ടിയിൽ. നല്ല തേച്ച് പിടിപ്പിക്കാൻ നല്ലതായിരിക്കും. അതിൻ്റെ ഉള്ളിലെല്ലാം തേച്ച് കൊടുക്കുക ആദ്യം. ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കനെ പൊക്കി അതിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇടാം.
അടുത്ത ചിക്കനും പൊരിച്ച് കോരിയെടുക്കാം. അങ്ങനെ കഴിച്ചു നോക്കുകയാണ്. അടിപൊളിയായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ചട്ടി ചിക്കന് ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി റൈസിൻ്റെ കൂടെ ഈ ചട്ടി ചിക്കന് കൂട്ടി അങ്ങോട്ട് അടിച്ചാൽ മതി. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതിന് മറക്കാതെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്. ബൈ ബൈ.